നമസ്കാരം. മകളുടെ വിവാഹം മുടങ്ങുമെന്ന ആശങ്കയിൽ തലസ്ഥാനത്തെ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പണം നിക്ഷേപിച്ചിരുന്ന ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ? പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് നെയ്യാറ്റിൻകരയ്ക്ക് സമീപമാണ്. ആ ബാങ്ക് ഏത് ഭരണസമിതിയിലുള്ളതാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? കേട്ടില്ലെങ്കിൽ ഒരു വാർത്ത കാണിക്കാം. അത് കേട്ടതിന് ശേഷം അത് ഏത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ മതി. നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനംനൊന്ത് ഗ്രഹനാഥൻ ആത്മഹത്യ ചെയ്തു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി തോമസ് ആണ് മരിച്ചത്. പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ തോമസ് 5 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. വിവരങ്ങളുമായി കല്യാണം ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഗൃഹനാഥൻ മകളുടെ കല്യാണം അടുത്തിരിക്കുകയാണ്. ഗൃഹനാഥൻ പണം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. ഈ ബാങ്ക് അധികൃതരോട് നമ്മൾ രാവിലെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ബാങ്കിലൊക്കെ നേരത്തെ സമരമൊക്കെ നടന്നതാണ്. വലിയ രീതിയിൽ നിക്ഷേപകർക്ക് തന്നെ കരുവനിലൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. എന്തായാലും ബാങ്ക് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥ തന്നെയാണ് ഈ മരണത്തിന് കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെയ്യാറ്റിൻകര മരുതത്തൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. രാവിലെയാണ് ഈ സംഭവം, ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ശരി കമലേഷ്, ഒന്നല്ല, ഒരുപാട് ബാങ്കുകൾ പ്രതിസന്ധിയിലാണ്, ഒരുപാട് മനുഷ്യരും പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയിലായ ഒരു ഗ്രഹനാഥന്റെ കാര്യമാണ്, ജീവിതം അവസാനിപ്പിച്ച കാര്യമാണ് ഇപ്പോൾ കേട്ടിരുന്നു. കേരളത്തിലെ പ്രമുഖ മാപ്രയാണ്, ഏഷ്യാനെറ്റിന്റെ സീനിയറാണ്. ഏഷ്യാനെറ്റ് എന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP മുതലാളിയുടെ സ്ഥാപനമാണ്, നിഷ്പക്ഷ ചാനലാണ്. കേട്ടിട്ട് ആ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി ആരാണെന്ന് എവിടെയെങ്കിലും കേട്ടായിരുന്നു? എന്തൊരു ജാഗ്രതയാണ്! കരുവന്നൂർ ആരാണ് ഭരിക്കുന്നത്? ആ ബാങ്കുമായി ബന്ധപ്പെട്ട് വിവാഹം മുടങ്ങിയത്, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ നടക്കാതെ പോയവർ, ചികിത്സയ്ക്ക് പണം കിട്ടാത്ത നിരവധി കഥകൾ നിങ്ങൾ കേട്ടു. ആരുടെ ഭരണസമിതിയാണ് കരുവന്നൂരിലുള്ളത്? നിങ്ങൾ വളരെ വേഗത്തിൽ പറയും അത് CPM ഭരണസമിതി എന്നാണ്. പക്ഷെ പെരുമ്പഴുതൂർ ബാങ്കിൽ വരുമ്പോൾ എന്താണ് ആ ഭരണസമിതിയുടെ പേര് പുറത്തേക്ക് വരാത്തത്? നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പുതിയ രീതിയായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി, ആ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഇരയാണ് ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി വിഷമടിക്കേണ്ടി വന്നത്. അത് പക്ഷേ ചർച്ചയാകത്തില്ല, അത് പക്ഷേ പൊതിഞ്ഞു പിടിക്കപ്പെടും. എന്തുകൊണ്ട്? കാര്യം നമ്മളെല്ലാം ഒറ്റക്കക്ഷികളാണ്. ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ചെറിയ സംഭവമാണെങ്കിലും അതിനെ ഊതിപ്പെരുപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇടതുപക്ഷത്തിനെ അപമാനിക്കാൻ വേണ്ടി കഥകൾ മെനയും. കണ്ടില്ലേ, ഒരു രക്തസാക്ഷി ഉണ്ടായിട്ട് അതിനെ സംബന്ധിച്ച് അവർക്ക് വേവലാതിയില്ല, ആശങ്കയില്ല. സഹകരണ മേഖലയെ സംബന്ധിച്ച് വല്ലാത്ത തരത്തിലുള്ള വെപ്രാളങ്ങളായിരുന്നല്ലോ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോ എന്തേ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാകുന്നില്ല, വലിയ ആവേശം ഉണ്ടാകുന്നില്ല, വലിയ രോഷം പൊട്ടി പുറപ്പെടുന്നില്ല? അത് മരിക്കേണ്ട വ്യക്തിയാണ്. അവൻ പൈസ കൊടുത്തത് നമ്മൾ ആൾക്കാർക്കല്ലേ, അവരല്ലേ കൊണ്ടുപോയി തിന്നത്. അത് നമുക്കങ്ങ് സഹിക്കാം. ആ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തോമസിന്റെ ബന്ധു പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. റിപ്പോർട്ടർ ചാനലെങ്കിലും അത് പോയി എടുത്ത് കൊടുത്തു. ഭാഗ്യം. ബാങ്കിൻ്റെ ഇട്ടിരിക്കണ പൈസ വാങ്ങിക്കാൻ നല്ല ശ്രമിച്ച് 3-4 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങണം. അപ്പോൾ അവർ പിന്നെ വിളിച്ച് പറയുമെന്ന്, ഇത് ഞാൻ കേസ് കൊടുക്കും, എൻ്റെ പൈസ തരണം, എനിക്ക് മോളായിക്ക് അയക്കണം, വീട് പൊളിഞ്ഞ് വിടാറായി, ഷീറ്റെങ്കിലും ഇടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൈസ കേട്ടത്. അപ്പോൾ അവർ നിൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാങ്കിൽ ഇരിക്കണം മാനേജർ. അപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ വന്നത് ചെയ്തതെന്ന് തോന്നുന്നു. വിഷം അടിക്കുമെന്നാ? വിഷം അടിക്കുമെന്ന് പറയില്ല, കേസ് കൊടുക്കുമെന്ന്. പൈസ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് രാത്രിയൊക്കെ വിളിക്കുമെന്ന് മാനേജർ. അവിടെ ഒരു ലേഡി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഇപ്പം പൈസ തരാക്കൂല, നിൻ്റെ സൗകര്യം പോലെ ചെയ്യാമെന്ന്. ആ വിഷമത്തിലാണ് ഇപ്പം തൈലടിച്ചതെന്ന് തോന്നണം. അത് തന്നെ നിശ്ചയിച്ചില്ല. പലരും ചോദിക്കണം, ഞങ്ങളോടെയും വന്ന് ചോദിക്കും മോളെ കൊച്ചിനെ അയക്കുമെന്ന്. അപ്പോഴാണ് അവിടെ പോയി ചോദിക്കും, മരുമോൻ്റെയോടെയും മോളോടെയും ചോദിച്ചിട്ട് രണ്ടാമത് ഞങ്ങളിവിടെ സഹകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു വിടും. അങ്ങനെ അവളെ കല്യാണത്തിനാണ് വെച്ചത്. പിന്നെ ഇപ്പോൾ മഴക്കാലം എടുത്ത്, അതുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് ഷീറ്റെങ്കിലും ഇടാം, വീട് ശരിയാക്കണമെന്ന് വിചാരിച്ചു. എല്ലാം പൊത്തിഞ്ച് പോരും എല്ലാം. അതാ ആ മുറി തന്നെ മുകളിലോട്ട് നോക്കാമെങ്കിൽ ആ മോട്ടോടെ എല്ലാം ഇളവി നിൽക്കുകയാണ്. അതപ്പടി ഇപ്പം മോട്ടോട്ടളായിപ്പോയി. കേട്ടില്ലേ? നീ നിന്റെ ഇഷ്ടം പോലെ പോയി ചെയ്. വിഷം അടിക്കണമെങ്കിൽ അടിച്ചോ, അല്ലെങ്കിൽ കയറ് വേണമെങ്കിൽ വാങ്ങിത്തരാൻ പോയി തൂങ്ങിച്ചാവോ. കോൺഗ്രസ് ഭരണസമിതി നിക്ഷേപകനോട് പറഞ്ഞ കാര്യമാണ്, നീ എന്ത് വേണോ പോയി ചെയ്, വിഷം അടിക്കണമെങ്കിൽ അടിച്ചോ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. സഹകരണ മേഖലയിലെ ഏറ്റവും ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഈ നാട്ടിൽ കരുവന്നൂർ ബാങ്കിനെ ഉയർത്തിക്കൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങൾ, എന്തെല്ലാം നാടകങ്ങൾ. അതെല്ലാം ആത്മാർത്ഥതയോടുകൂടിയാണോ എന്ന് നിങ്ങൾ നോക്കൂ. എന്തുകൊണ്ട് ചാനലുകളിൽ ഇത് വലിയ ചർച്ചയാകാതെ പോകുന്നു? ചാനലുകളുടെ വികാരം, അതായത് ഒരാൾ ആത്മഹത്യ ചെയ്തു, ആ കെടുകാര്യസ്ഥത കണ്ടിട്ട് എന്തുകൊണ്ട് ഇവരുടെ വികാരം വ്രണപ്പെട്ട് പൊട്ടി ഒലിക്കില്ല? അവിടെയാണ് ഇവരുടെ സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. ഇവർ പറയും മാധ്യമ ധർമ്മമാണ്, ഞങ്ങൾ നിഷ്പക്ഷതയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
ചില കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന മൗനം എന്താണെന്നും ഇവർ ചില മരണങ്ങളെ അതൊക്കെ നടക്കേണ്ടതാണ്, അവരൊക്കെ പോകേണ്ടതാണെന്നുള്ള സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലേ? തുടക്കത്തിൽ കാണിച്ച പോലെ എത്ര ജാഗ്രതയോടെയാണ് ഒരു സർവീസ് സഹകരണ ബാങ്ക്, ആ സഹകരണ ബാങ്ക് എന്നേ ഉള്ളൂ, അവിടെ ഭരണസമിതി ഇല്ല, ഒന്നുമില്ല. അവർക്ക് വി ഡി സതീശനെ വിമർശിക്കാൻ പറ്റില്ല, കെ സുധാകരനെ വിമർശിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുടെ ഭരണസമിതിയിൽ അവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ബാങ്കുകളുടെ കൊള്ളരുതായ്മ ജനങ്ങളോട് പറയാൻ നാവ് പൊന്തത്തില്ല. ഇവരാണ് ഈ നാട്ടിൽ നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ നടക്കുന്നത്. ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിൽ പക്ഷം പിടിക്കുന്നതല്ല. കണ്ടില്ലേ, ഒരു മരണത്തിൽ പോലും ഇവർ കൃത്യമായി പക്ഷം പിടിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെ നോക്കും. ആ വീട്ടുകാരുടെ കല്യാണം മുടങ്ങിയതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല. ആ കല്യാണം മുടങ്ങിപ്പോയതിന്റെ ആവലാതി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നില്ല. കാര്യം ചെയ്തത് ഞങ്ങളുടെ സ്വന്തം ആൾക്കാരായിട്ടുള്ള കോൺഗ്രസ് ഭരണസമിതിയാണ്. അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ്, ചേർത്ത് പിടിക്കേണ്ടവരാണ്. അവർ ചെയ്ത കൊള്ളരുതായ്മകൾ ജനങ്ങൾ അറിയാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന കൂട്ടിക്കൊടുപ്പ് പരിപാടി. കണ്ടില്ലേ? അല്ലെങ്കിൽ ജീവനാണ് ഇവർ വില കൽപ്പിക്കുന്നതെങ്കിൽ കരുവന്നൂരിൽ നഷ്ടപ്പെട്ട ജീവൻ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതല്ലേ ഈ നെയ്യാറ്റിൻകരയിലെ സർവീസ് സഹകരണ ബാങ്കിലുണ്ടായ സംഭവം? ആ സംഭവത്തെ എന്തുകൊണ്ട് ഇവർ ഒളിച്ചു പിടിക്കുന്നു? ഒളിച്ചു പിടിക്കുന്നത് അവർ തമ്മിലുള്ള അന്തർധാരയാണ്, ഇവർ തമ്മിലുള്ള ഇരിപ്പുവശമാണ്. ഈ തെമ്മാടിത്തരങ്ങൾക്കെല്ലാം ചൂട്ടുപിടിച്ചിട്ട് സി പി എമ്മിന് ഇവർ വല്ലാത്ത ക്ലാസ് എടുക്കാൻ ഇറങ്ങും. സി പി എം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആവേശപൂർവ്വം അങ്ങ് ജനങ്ങളുടെ മുന്നിൽ വായി തോന്നുന്നത് പോലെ വാരി അങ്ങ് വിതറും. എന്നിട്ട് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണത്രേ. ഇതിനൊക്കെ ഒറ്റ മരുന്നേ ഉള്ളൂ, മണൽ കഷായം. കാര്യം ഇവിടെ ഈ രീതി കാട്ടിയിട്ട് മറ്റെവിടെയെങ്കിലും വന്നിട്ട് ഇവർ വല്ലാത്ത ആവേശകുമാരന്മാരായിട്ടും വല്ലാത്ത ജനങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരായിട്ട് വരുമ്പോൾ മണൽ കഷായമാണ് ചേരുന്നത്. എന്നാൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെ കുറെയൊക്കെ അമർച്ച ചെയ്യാൻ പറ്റൂ എന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ തോമസിനെ പോലെ രക്തസാക്ഷിയായ ഒരു കുടുംബം അയാളുടെ മകളുടെ കല്യാണം നടത്താൻ കഴിയില്ല എന്നതിന്റെ ആശങ്കയിൽ 5 ലക്ഷം രൂപ നിക്ഷേപിച്ച് അതുകൊണ്ടുപോയി വെട്ടിത്തിന്ന കോൺഗ്രസുകാരെ ന്യായീകരിക്കുകയാണ്, മറച്ചു പിടിക്കുകയാണ്. എന്നിട്ട് പുറത്തിറങ്ങി പറയുകയാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് പോലും. പോയൊക്കെ ചാവട എന്ന് മാത്രമേ പറയാനുള്ളൂ.